This call is now being recorded. In the last class, we have discussed about some of the basic concepts which have been introduced in this particular assessment year. ഈ അസസ്മെന്റ് ഇയറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത കുറച്ച് കോൺസെപ്റ്റ്സ്, പിന്നെ നമ്മൾ വാട്ടർ സർചാർജ്, മാർജിനൽ റിലീഫ്, റിബേറ്റ്, ദെൻ ദി ടാക്സബിലിറ്റി, ഏജ് വൈസ് ഉള്ള ഇൻഡിവിജ്വൽസിൻ്റെ ടാക്സ് റേറ്റ്സും എങ്ങനെ നമ്മൾ when the total income of a individual is given, how we will calculate the tax, അത് നമ്മൾ കണ്ടു. പിന്നെ we have discussed about a concept called deemed resident, which is being introduced with effect from the assessment year, that is our relevant assessment year 2021-22. ഇതാണ് നമ്മൾ ലാസ്റ്റ് ഡേ പറഞ്ഞു നിർത്തിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ. And today we are going to discuss in detail, and from this session onwards we will discuss ഇന്നത്തെ ഒരു സെഷനും കൂടി ഉറപ്പായിട്ട് എന്തായാലും വേണം, ഇൻസിഡൻസ് ഓഫ് ടാക്സ്, to discuss about the incidence of tax. The incidence of taxes depends upon the residential status of a taxpayer, and also അത് മാത്രമല്ല, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മാത്രമല്ല, ഓൾസോ ദി പ്ലേസ് ആൻഡ് ടൈം ഓഫ് അക്രൂവൽ ഓർ റെസീപ്റ്റ് ഓഫ് ഇൻകം, അതായത് ഏത് സ്ഥലത്ത് വെച്ച് ആൻഡ് ദി ടൈം ഓഫ് അക്രൂവൽ ഓർ റെസീപ്റ്റ്. അക്രൂ ആയാലും മതി, എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ ക്യാഷ് ആയിട്ട് കിട്ടിയിരിക്കണമെന്ന് തന്നെ ഇല്ല. ഇഫ് ഇറ്റ് ഇസ് അക്രൂഡ് ഡ്യൂറിങ് ദാറ്റ് പ്രീവിയസ് ഇയർ, ഇറ്റ് വിൽ ഓൾസോ ബി കൺസിഡർഡ്. അപ്പം അങ്ങനത്തെ ഏതൊക്കെ സിറ്റുവേഷൻ ആണോ ഉള്ളത്, അത് എങ്ങനെയാണ് ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്, അതാണ് നമ്മൾ പറയുന്നത്. ഇൻസിഡൻസ് ഓഫ് ടാക്സ് വെൻ ദി പേഴ്സൺ ഇസ് റെസിഡൻറ്റ്, അതെല്ലാം പറയുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ ഓർഡിനറിലി റെസിഡൻറ്റ്, ഇതെല്ലാം നോൺ റെസിഡൻറ്റിൻ്റെ കേസ്, ഇതെല്ലാം പറയുന്നതിന് മുന്നേ വാട്ട് ഐ ആം സപ്പോസ് ടു ഡിസ്കസ് ഫസ്റ്റ് ഇസ്, what do you mean by the term called received? So receipt means the receipt of the income on the first occasion. Income tax in the perspective la parayna normal context ulla received alla. അതുപോലെ received in income tax പറയുന്ന മെയിൻ വേറൊരു കാര്യം, ഓൺ ദ ഫസ്റ്റ് ഒക്കേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ഒരു ഇൻകം റിസീവ് ചെയ്യുന്ന ഏത് പ്ലേസ് ആണോ ആ പ്ലേസ് ആയിരിക്കും ആ ഇൻകം റിസീവ്ഡിന്റെ റെസീപ്റ്റ്, ദ പ്ലേസ് ഓഫ് റെസീപ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ടൈം ഒരു ഇൻകം കിട്ടി, സബ്സിക്വന്റ് ആയിട്ട് വീണ്ടും ഇൻകം കിട്ടി എങ്കിൽ, അല്ലെങ്കിൽ സബ്സിക്വന്റ് റെമിറ്റൻസ് നടത്തിയെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന 10,000 rupees ആണ് കിട്ടേണ്ടത്. But you have been received it in various installments. ആദ്യം ഒരു 2,000 രൂപ കിട്ടി, പിന്നെ ഒരു സബ്സിക്വന്റ് ആയിട്ട് 8,000 rupees കിട്ടി. But it doesn't matter that 2,000 രൂപ ഇന്ത്യയിൽ നിന്ന് റിസീവ് ചെയ്യുകയും 8,000 rupees if you are receiving outside India. It is not the matter that സബ്സിക്വന്റ് റെസീപ്റ്റ്, ആ 8,000 രൂപ അല്ലെങ്കിൽ 8,000 rupees എന്ന് പറയുന്ന റെസീപ്റ്റ് എവിടെയാണെന്നുള്ളത് നമ്മൾ ആ പ്ലേസിനെ നമ്മൾ കൺസിഡർ ചെയ്യില്ല. സാധാരണ നിങ്ങൾ പൊതുവേ ഡിഗ്രി ലെവലിൽ ചെയ്തിട്ടുണ്ടാവുന്ന ഒരു കാര്യം, നിങ്ങളെപ്പോലെ ഡിഗ്രിയിൽ പഠിക്കുന്ന ഒരു കാലഘട്ടം ഞാനും കടന്നു പോയതാണ്. അപ്പം ഞാനും ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ ലാസ്റ്റ് കാണിച്ച ഒരു സമ്മറി ടേബിൾ, ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ഓർ അക്രൂ എറൈസ് ഇൻ ഇന്ത്യ, ഇത് ഏതൊക്കെയാണ്, എവിടെയൊക്കെ യെസ് നോ നോക്കും, ആ ടേബിൾ കാണാതെ പഠിക്കും. അല്ലെങ്കിൽ മേ ബി ഞാൻ കുറച്ചു പേരുടെ സിറ്റുവേഷൻ പറയുകയാണ്, അങ്ങനെ ഒരു ആ സമ്മറൈസ്ഡ് ടേബിൾ പഠിക്കും, എക്സാം എഴുതും. പക്ഷെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ് എന്നുള്ള രീതിയിൽ ഡോണ്ട് ഡു ദാറ്റ്. കാരണം ഇനി ഇൻസിഡൻസ് ഓഫ് ടാക്സ് നിങ്ങൾ ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് കഴിയുമ്പോൾ യു ആർ സപ്പോസ് ടു ടീച്ച് ദ സബ്ജക്ട് ടു അനദർ സ്റ്റുഡൻറ്. ആ ഒരു രീതിക്ക് നിങ്ങൾ എക്വിപ്ഡ് ആയിരിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും യു ഷുഡ് ബി ഏബിൾ ടു നോ ഓർ യു ഷുഡ് ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ ഇറ്റ് വെൽ. റിസീവ്ഡ് എന്താണ്, ഡീം ടു ബി റിസീവ്ഡ് എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫോർ അവർ എയ്സ്നെസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാനുള്ള എളുപ്പത്തിന് നിങ്ങൾക്ക് ആ ടേബിളിനെ ഫോക്കസ് ചെയ്യാം. അപ്പൊ റിസീവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
The place where it is received for the first time, അതിന്റെ subsequent receipt നമുക്ക് matter of concern അല്ല. And if the foreign income of a non-resident, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു നോൺ റെസിഡന്റ് ആയ ഒരു വ്യക്തിയുടെ ഫോറിൻ ഇൻകം is not taxable even if it is remitted to India, unless it is received or deemed to be received in India. Clear? അതായത് ഒരു നോൺ റെസിഡന്റ് സ്റ്റാറ്റസ് ഉള്ള ഒരു ഇൻഡിവിജ്വലോ ഓർ വാട്ട് എവർ ബി ദ കേസ്, നോൺ റെസിഡന്റ് സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ എനി ഫോറിൻ ഇൻകം ഇസ് നോട്ട് ടാക്സബിൾ ഈവൻ ഇഫ് ഇറ്റ് ഇസ് റെമിറ്റഡ് ടു ഇന്ത്യ. ഇന്ത്യയിലോട്ട് റെമിറ്റ് ചെയ്തു എന്ന കാരണത്താൽ അത് എന്താവില്ല, ടാക്സ് ആവില്ല. അൺലെസ് ഇഫ് ഇറ്റ് ഈസ് റിസീവ്ഡ് ഓർ ഡീംഡ് ടു റിസീവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കോണ്ടെക്സ്റ്റ് പോലെ ആദ്യം 2000 രൂപ ഇന്ത്യയിൽ വാങ്ങിയിട്ട് ബാക്കി 8000 റുപ്പീസ് വേറൊരു രാജ്യത്തുമാണ് വാങ്ങിയിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ റിസീവ് ചെയ്തിരിക്കുന്നത് എങ്കിൽ ഇറ്റ് ബിക്കംസ് ടാക്സബിൾ. ഓക്കെ, അത് റിസീവ്ഡിന്റെ കേസ്. അതുപോലെ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്നൊരു കേസ് ആണെങ്കിൽ മാത്രമേ ഒരു നോൺ റെസിഡന്റ് ആയ ഒരു വ്യക്തി അല്ലെങ്കിൽ NRI ആയ ഒരു പേഴ്സന്റെ, നോൺ റെസിഡന്റ് ഇന്ത്യന്റെ ഫോറിൻ ഇൻകം ഇന്ത്യയിൽ ടാക്സബിൾ മാത്രം ആവുകയുള്ളൂ. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പൊ റെസീവ്ഡ് എന്ന് പറയുന്നതിന്റെ മെയിൻ മനസ്സിലാക്കേണ്ട കാര്യം ഫസ്റ്റ് ടൈം റെസീപ്റ്റ് ആണ്. ആ ഫസ്റ്റ് ടൈം റെസീപ്റ്റിലെ പ്ലേസ് ഏതാണോ അതിനെ ആയിരിക്കും നമ്മൾ പ്ലേസ് ഓഫ് ഇറ്റ്സ് റെസീപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് ടേം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടേം ആണ് ഡീം ടു ബി റെസീവ്ഡ്. ഡീം ടു ബി റെസീവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടേം പറയുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിന്റെ മീനിങ് പോലെ തന്നെ ആക്ച്വലി റിസീവ് ചെയ്തിട്ടില്ല, ബട്ട് ഇറ്റ് ഈസ് ഡീം ടു ബി റെസീവ്ഡ്, അതായത് റിസീവ് ചെയ്തതായി നമ്മൾ കണക്കാക്കപ്പെടുന്നു. അല്ലെങ്കിൽ ആസ് പെർ ദി ഇൻകം ടാക്സ് ആക്ട് നമ്മൾ ആ ഇൻകത്തിനെ റിസീവ് ചെയ്തതായിട്ട് അസ്യൂം ചെയ്യുന്നു. അതിന് എന്തൊക്കെയാണ്, അതിന് കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. അത് എന്തൊക്കെ സിറ്റുവേഷൻസ് ആണെന്ന് ഇവിടെ തന്നെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ദി ആനുവൽ അക്രീഷൻ. ആനുവൽ അക്രീഷൻ എന്തൊക്കെയാണെന്ന് സാലറി ഹെഡിൽ നമ്മൾ പഠിക്കും ഡീറ്റെയിൽഡ് ആയിട്ട്. ഇപ്പം ഇത്ര കാര്യം മാത്രം മനസ്സിലാക്കുക. എ പേഴ്സൺ ഓർ ആൻ എംപ്ലോയി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദി റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടില് പ്രൊവിഡന്റ് ഫണ്ട് ലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു എംപ്ലോയി, ആൻഡ് ദാറ്റ് എംപ്ലോയി is not receiving anything in his hand, but it is deemed to be received. അതായത് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്നും ഒരു എംപ്ലോയി എപ്പോഴായിരിക്കും എമൗണ്ട് റിസീവ് ചെയ്യുന്നത്, ഏത് ടൈമിലായിരിക്കും എംപ്ലോയി റിസീവ് ചെയ്യുന്നത്? വാട്ട് ഇസ് ദിസ് പ്രൊവിഡന്റ് ഫണ്ട്? വാട്ട് ഇസ് പ്രൊവിഡന്റ് ഫണ്ട്? ആർക്കെങ്കിലും അറിയാമെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടുക, അൺമ്യൂട്ട് ചെയ്ത് പറയുകയോ ചെയ്യാം. വാട്ട് ഇസ് പ്രൊവിഡന്റ് ഫണ്ട്? What is provident fund? You might have heard this term ഒരുപാട് വട്ടം കേട്ടിട്ടുള്ളതായിരിക്കും. നോട്ട് ഓൺലി ഇൻ ദി ടാക്സ്, അല്ലാതെ തന്നെ ജനറൽ കോണ്ടെക്സ്റ്റിൽ അറിയാവുന്ന ഒരു കാര്യമാണ്. വാട്ട് ഇസ് പ്രൊവിഡന്റ് ഫണ്ട്? നോ ഐഡിയ? What is the word meaning of provident? Gratuity. Gratuity is something a different term. Provident fund. തെറ്റായാലും കുഴപ്പമില്ല കേട്ടോ. യു ക്യാൻ റെസ്പോണ്ട്, യു ഷുഡ് റെസ്പോണ്ട്. എങ്കിലും നിങ്ങൾക്ക് എന്താ അറിയാമെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പം ആ ഒരു രീതിക്ക് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് എ റിട്ടയർമെന്റ് സേവിംഗ് സ്കീം, എ പോർഷൻ ഓഫ് സാലറി കെപ്റ്റ് അസൈഡ്. ഗുഡ്. ഓക്കെ, PF is a retirement fund run by the government. Okay, it is good. അത് എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യും, ഒരു മോഡ് ഓഫ് സേവിങ് ആണ്. ഗുഡ്. ഇനി വേറെ എന്തൊക്കെ അറിയാം? യെസ്, ഒരു റിട്ടയർമെന്റ് സേവിങ്സ് ആണ്, റിട്ടയർമെന്റ് അലവൻസ് ആണ്. ഓക്കെ ഫൈൻ. അപ്പോൾ നിങ്ങൾക്ക് പ്രൊവിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് വിച്ച് യു ആർ കീപ്പിംഗ് ഫോർ ദ ഫ്യൂച്ചർ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഇപ്പൊ പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ പറഞ്ഞ റിട്ടയർമെന്റിന്റെ സമയത്ത് കിട്ടുന്നതാണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം. കുറച്ചു പേര് പറഞ്ഞു അത് സേവിങ്സ് ആണ്, സെറ്റ് അസൈഡ് ചെയ്തിരിക്കുകയാണ്. ഓൾ ആർ കറക്റ്റ്, ഓൾ ദി ആൻസേഴ്സ് ആർ കറക്റ്റ്. പക്ഷെ നമ്മൾ ഒരു ടേം, ഇപ്പൊ നമ്മൾ കോമേഴ്സ് സ്റ്റുഡൻസ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ പലരും ഡിഗ്രി ലെവലിൽ ഇത് പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഓക്കെ. പക്ഷെ ആദ്യമായി ഒരു വ്യക്തി ഇൻകം ടാക്സ് ഈ ഫയലിങ്ങിന് വരുന്നു ആൻഡ് ദേ ആർ ആസ്കിങ്, സപ്പോസ് ആ വരുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെ കൺസൾട്ട് ചെയ്യുന്ന ആള് പറയാണ്, അല്ലെങ്കിൽ ദാറ്റ് പേഴ്സൺ ബിലോങ്സ് ടു എ സയൻസ് ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ വേറൊരു സ്ട്രീമാണ്, കൊമേഴ്സ് ബേസേ ഇല്ല കേട്ടോ. അങ്ങനെ ഒരു വ്യക്തി നിങ്ങൾ വന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഗവൺമെന്റ് റൺ ചെയ്യുന്ന സ്കീമാണ്, റിട്ടയർമെന്റിന്റെ സമയത്ത് കിട്ടുന്നതാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഡിഫറെന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് എവർ യു ആർ ട്രൈയിങ് ടു ലേൺ, അത് ഈ സബ്ജക്റ്റ് ആയിക്കോട്ടെ, എന്ത് കാര്യമായാലും അതിന്റെ ഒരുപാട് വലിയ ലെവലൊന്നും അറിഞ്ഞില്ലെങ്കിലും ലെയ്മാൻ ലാംഗ്വേജ്, അതായത് വളരെ ബേസിക്സ് ആയിട്ട് ഒരാൾക്ക് കൺവേ ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ. അപ്പോ ഇവിടെ പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ പറയേണ്ടത് എ ഫണ്ട് വിച്ച് ഇസ് സെറ്റ് അസൈഡ് ഫോർ ഫ്യൂച്ചർ. റിട്ടയർമെന്റ് ഒക്കെ പിന്നെ വരുന്ന കാര്യമാണ്, അത് റിട്ടയർമെന്റിലോട്ട് തന്നെ ആകണമെന്നില്ല. ഇപ്പൊ ഒരു വ്യക്തിക്ക് എത്ര പ്രൊവിഡന്റ് ഫണ്ട് ആകാം? ഇസ് ഇറ്റ് ജസ്റ്റ് ലൈക്ക് എ ബാങ്ക് അക്കൗണ്ട് ആണോ? പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്ന ബാങ്ക് അക്കൗണ്ട് ആണോ? ആ പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് എ ബാങ്ക് അക്കൗണ്ട്. ഇപ്പൊ എംപ്ലോയർ മാറിയാലും അതിനൊരു യുണീക്ക് നമ്പർ കൊടുക്കും ആ അക്കൗണ്ടിന്, ആൻഡ് ദാറ്റ് അക്കൗണ്ട് ക്യാൻ ബി ആക്സസ്ഡ് എനിവെയർ. എന്ന് വെച്ചാൽ ഇപ്പൊ പ്രസന്റ്ലി എന്റെ എംപ്ലോയർ എന്ന് പറയുന്നത് ഇസ് ദി യൂണിവേഴ്സിറ്റി ഓർ ദി രജിസ്ട്രാർ. ഞാൻ ഇവിടുന്ന് മാറിപ്പോയാലും ഐ ക്യാൻ യൂസ് ദ സെയിം പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ട് ഇൻ മൈ നെയിം വെൻ ഐ ജോയിൻഡ് അനദർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ ഒരു ഫെസിലിറ്റി ഉള്ള ഒരു അക്കൗണ്ട് ആണ് പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു എംപ്ലോയി ലൈഫ് ഡ്യൂറിങ് ഹിസ് എംപ്ലോയ്മെന്റ് സെറ്റ് അസൈഡ് ചെയ്യുന്ന സേവിങ്സ് ആണ്. പക്ഷെ പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ, പ്രൊവിഡന്റ് മീൻസ് സംതിങ് യു ആർ സെറ്റ് അസൈഡിങ് ഫോർ ഫ്യൂച്ചർ ഓർ യു ആർ പ്രിപ്പയറിംഗ് ഫോർ ദി ഫ്യൂച്ചർ ഓർ പ്രൊവൈഡിങ് ഫോർ ഫ്യൂച്ചർ. അപ്പൊ ഈ പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് നോട്ട് ആക്ച്വലി റിസീവ്ഡ് ഡ്യൂറിങ് ദി എംപ്ലോയ്മെന്റ്. ഒരാൾ ജോലി ചെയ്യുന്ന സമയത്തല്ല ഫണ്ടിൽ നിന്നും ബെനിഫിറ്റ് കിട്ടുന്നത്, തീർച്ചയായും റിട്ടയർമെന്റിന്റെ കാലഘട്ടത്തിലായിരിക്കും. നിങ്ങൾ പല സിനിമയ്ക്കകത്തൊക്കെ കളിയാക്കി കേട്ടിട്ടുണ്ടായിരിക്കും പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്രന്മാരുടെ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛൻ റിട്ടയർഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ഒരു പോർഷൻ മക്കൾക്ക് കിട്ടും എന്നുള്ള ഒരു ആൾക്കാരുടെ ഒരു അസംഷൻ. ഓക്കെ, ലീവ് ഇറ്റ്. അപ്പോൾ ഇങ്ങനെ റിട്ടയർമെന്റിന്റെ സമയത്ത് കിട്ടുന്നതാണ്. ഈ ആനുവൽ അക്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there are basically 3 kinds of provident funds. ഞാൻ ജനറൽ ഇൻട്രൊഡക്ഷൻ പറയാം. ടാക്സിന്റെ മീൻസ് ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ആ ഹെഡ് എത്തുമ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. ദർ ഇസ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആൻഡ് PPF, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. ഇതില് ഒരു അൺറെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊവിഡന്റ് ഫണ്ട് ആരാ റെക്കഗ്നൈസ് ചെയ്യുന്നത്? ഇൻകം ടാക്സ് കമ്മീഷണർ ആണ് ഒരു ഫണ്ട് റെക്കഗ്നൈസ്ഡ് ആണോ അല്ലേന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ അൺറെക്കഗ്നൈസ്ഡ് ആയിട്ട് ഒരു ഫണ്ട് ഫസ്റ്റ് ടൈം റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ there will be some balances in the account. അങ്ങനെ വരുന്ന ബാലൻസസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫേർഡ് ബാലൻസ്. അപ്പൊ ഈ ആനുവൽ അക്രീഷൻ അതുപോലെ തന്നെ ഈ ട്രാൻസ്ഫേർഡ് ബാലൻസ് ഇതൊന്നും ആക്ച്വലി എപ്പോഴും കിട്ടില്ല. നോട്ട് ഡ്യൂറിങ് ദി എംപ്ലോയ്മെന്റിന്റെ സമയത്തല്ല എംപ്ലോയിക്ക് കിട്ടുന്നത്. ഇറ്റ് വിൽ ബി റിസീവ്ഡ് ഓൺലി അറ്റ് ദ ടൈം ഓഫ് എപ്പോഴാണ്? റിട്ടയർമെന്റ്. പക്ഷേ ഈ ആനുവൽ അക്രീഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അതെന്താണ് ആനുവൽ അക്രീഷൻ എന്നൊക്കെ സാലറി ഹെഡിൽ പറയാം. അതായത് ഒരു ഇത്ര ലിമിറ്റിന് മേൾ നമ്മൾ പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ, അത് ആര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്? 2 പേര്. ഇപ്പൊ നിങ്ങൾ തന്നെ പലരും ആൻസർ പറഞ്ഞപ്പോൾ പറഞ്ഞു പ്രൊവിഡന്റ് ഫണ്ടിലേക്ക്, ദാറ്റ് ഇസ് ഐ ആം ഷോർട്ട്ലി യൂസിങ് ഇറ്റ് ആസ് PF. പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 2 ആൾക്കാരാണ്. ഒന്ന് എംപ്ലോയറും എംപ്ലോയി. ഓക്കെ, ഈ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പോർഷൻ when it is greater than 12%, okay, excess of employer's contribution.
ടു പി എഫ്. എക്സസ് ഇൻ അതായത് 12% കൂടുതൽ. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു പി എഫ് ഇൻ എക്സസ് ഓഫ് 12% ഓഫ് സാലറി. സാലറിയുടെ 12% കൂടുതലായാലും, അതുപോലെ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നത് 9.5% കൂടുതലായാലും നമ്മൾ ഈ രണ്ട് കാര്യത്തെയും കൂടി ചേർന്ന് വിളിക്കുന്ന പേരാണ് ആനുവൽ അക്രീഷൻ. ഓക്കെ, ആനുവൽ അക്രീഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും, എല്ലാം കൂടെ കേട്ട് കൺഫ്യൂസ്ഡ് ആവണ്ട. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 12% കൂടുതലായിട്ട് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്താലും 9.5% കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് റിസീവ് ചെയ്താലും അത് ഒരു അസസിയുടെ എന്തായി മാറും? ഓട്ടോമാറ്റിക്കലി ഇൻകം ആയിട്ട് മാറും. പക്ഷേ അക്കൗണ്ടിൽ സാലറി ക്രെഡിറ്റ് ആവുന്നത് പോലെ ഈ പി എഫിന്റെ ആനുവൽ അക്രീഷൻ ഇൻകം ആയിട്ട് ശരിക്കും എംപ്ലോയിക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഈ ഇൻകത്തിനെ എന്തായിട്ട് വിളിക്കുന്നത്? ഡീം ടു ബി റിസീവ്ഡ് എന്ന് വിളിക്കുന്നത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. എന്ന് വെച്ചാൽ ശരിക്കും എംപ്ലോയിയുടെ കയ്യില് ഈ 12% കൂടുതൽ എംപ്ലോയർ കൊടുത്തതോ അല്ല എങ്കിൽ 9.5% ഉള്ള ഇൻട്രസ്റ്റോ എംപ്ലോയിയുടെ കയ്യിൽ അക്കൗണ്ടിലൊന്നും ക്രെഡിറ്റ് ആയോ അല്ലെങ്കിൽ ഇൻ ക്യാഷ് ആയിട്ടോ റിസീവ് ചെയ്യുന്നില്ല. പക്ഷേ ഫോർ ഇൻകം ടാക്സ് പേർപ്പസ് we are considering such an income as deemed to be received. Deemed to be received ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. That is the first one. പിന്നെ ഞാൻ പറഞ്ഞ ട്രാൻസ്ഫേർഡ് ബാലൻസ്. Transferred balance, that is an unrecognized provident fund will be converted to a recognized provident fund. അപ്പോൾ ഇവിടെ എത്ര എമൗണ്ട് ആണോ ബാലൻസ് ഉള്ളത് ഈ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ ക്രെഡിറ്റിലുള്ളത് എന്ന് വെച്ചാൽ ബാലൻസ് ആയിട്ട് എംപ്ലോയിക്ക് ഉള്ളത്, അത് ഓട്ടോമാറ്റിക്കലി എന്തായി മാറും? റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടായി മാറുമ്പോഴും അതേ ബാലൻസ് വരും. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന അൺറെക്കഗ്നൈസ്ഡിൽ നിന്നും റെക്കഗ്നൈസ്ഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ വിളിക്കുന്നത് ട്രാൻസ്ഫേർഡ് ബാലൻസ്. 2 ട്രാൻസ്ഫേർഡ് ബാലൻസ്. അപ്പൊ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ബാലൻസ് ഇതും എംപ്ലോയിക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. ഒരു പെർട്ടിക്കുലർ നേച്ചറിലുണ്ടായിരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിനെ പറ്റി കുറച്ചും കൂടെ നന്നായിട്ട് അറിയാം, പി എഫ് ഒന്നും അറിഞ്ഞുകൂടെങ്കിൽ. സേവിങ്സ് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന കാര്യം നിങ്ങൾ അതിനെ എന്താക്കി മാറ്റുന്നു? കറണ്ട് അക്കൗണ്ട് ആക്കി മാറ്റുന്നു. നിങ്ങൾ PG ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഓണ്ടർപ്രണർ ആവാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ കറണ്ട് അക്കൗണ്ട് ആക്കി അക്കൗണ്ടിന് അക്കൗണ്ട് കൺവേർട്ട് ചെയ്തു. അപ്പൊ there won't be any limit in the transaction. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കറണ്ട് അക്കൗണ്ട് ആക്കി. അതേ കാര്യം തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അപ്പൊ പണ്ട് സേവിങ്സ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് എന്ത് ബാലൻസ് ഉണ്ടായിരുന്നോ അത് പിന്നീട് എന്തായി മാറും? കറണ്ട് അക്കൗണ്ടായി മാറും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇതേപോലെ അൺറെക്കഗ്നൈസ്ഡ് ആയിരുന്ന ഒരു ഫണ്ട് ഫസ്റ്റ് ടൈം ആയിട്ട് അത് റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ആ ബാലൻസ് എന്താണോ ആ ബാലൻസ് അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫേർഡ് ബാലൻസ്. ഇത് അസസിക്ക് വിളിച്ച് ആരെങ്കിലും അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ അതോ ഇൻകം ആയിട്ട് കിട്ടുന്നുണ്ടോ? അസസിയുടെ കയ്യിൽ ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ആ ഇൻകത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡീംഡ് ടു ബി റിസീവ്ഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി അസസിക്ക് ആ ഇൻകം ഒന്നും കയ്യിൽ കിട്ടിയിട്ടില്ല, പക്ഷെ വി ആർ കൺസിഡറിങ് ദാറ്റ് ആസ് എൻ ഇൻകം. സോ ദാറ്റ് ഇസ് ദ സെക്കൻഡ് കേസ്. തേർഡ് വൺ എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഇസ്, അതായത് ഡീംഡ് ഡിവിഡൻസ്. ഇന്ററിം ഡിവിഡൻസ് ഒക്കെ. ഇന്ററിം ഡിവിഡൻസ് യു നോ, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിനകത്ത് ഫൈനൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുന്നേ ഇൻ ബിറ്റ്വീൻ ദി ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്സ്, ഒരു കമ്പനിയുടെ ആനുവൽ AGMന് മുന്നേ ഇന്ററിം ഡിവിഡൻസ്, ഇന്ററിം എന്ന് വെച്ചാൽ ഇടക്കാലം, ഇൻ ബിറ്റ്വീൻ എന്നർത്ഥം ഇന്ററിം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ കമ്പനീസ് ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡ് ശരിക്കും ആ ഇന്ററിം ഡിവിഡൻഡ് അസസിയുടെ കയ്യിൽ റിസീവ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഇല്ല. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്ത് ഡീം ടു ബി റിസീവ്ഡ്.
Then the tax deducted at source, TDS. Say for example, if a lottery win cheydu, okay, 30% government will take it as TDS. അപ്പോൾ ആ TDS പോർഷൻ ആ വ്യക്തിക്ക് കിട്ടിയ ഇൻകത്തിൽ നിന്നാണ് ഗവൺമെന്റ് എന്തെടുക്കുന്നത്, ടാക്സ് എടുക്കുന്നത്. അപ്പോൾ ഇൻകം തന്നെയാണ്, ഇൻകത്തിന്റെ ഒരു പാർട്ട് തന്നെയാണ് ഗവൺമെന്റ് എന്തായിട്ട് കൊണ്ടുപോകുന്നത്, TDS ആയിട്ട് കൊണ്ടുപോകുന്നത്. So such an amount of TDS will also be considered as deemed to be receipt. Then next case, central government on or after 1/4/2004 or സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എംപ്ലോയർ ആസ് പാർട്ട് ഓഫ് എനി പെൻഷൻ സ്കീംസ്, ദാറ്റ് ഈസ് കോൾഡ് ദി 2004 തൊട്ടുള്ള പ്രത്യേകത എന്താ, സെൻട്രൽ ഗവൺമെന്റിനെ സംബന്ധിച്ച് സെൻട്രൽ ഗവൺമെന്റ് എന്ത് സ്റ്റോപ്പ് ചെയ്ത വർഷമാണ്, പെൻഷൻ സ്കീം സ്റ്റോപ്പ് ചെയ്ത്, അതായത് ഓൾഡ് പെൻഷൻ സ്കീം സ്റ്റോപ്പ് ചെയ്ത ഒരു ഇയർ ആണ് സെൻട്രൽ ഗവൺമെന്റ് 2004. സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നാ സ്റ്റോപ്പ് ചെയ്തത്, അതായത് ഇപ്പോഴത്തെ പുതിയ പെൻഷൻ സിസ്റ്റം അല്ലാതെ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സിസ്റ്റം നിലവിൽ വന്ന വർഷം ആർക്കെങ്കിലും അറിയാൻ പറ്റും? ഓക്കെ, അത്ര നിങ്ങൾ ചിന്തിച്ചു പോയിട്ടില്ല. ഇറ്റ്സ് 2006, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇറ്റ് ഇസ് 2006. 2006 സ്റ്റേറ്റ് ഗവൺമെന്റ് നിർത്തിയും 2004 സെൻട്രൽ ഗവൺമെന്റ് ഹാഡ് സ്റ്റോപ്പ് ദി ഓൾഡ് സ്കീം. ഇപ്പൊ കോൺട്രിബ്യൂട്ടറി സ്കീമാണ്, എംപ്ലോയറും എംപ്ലോയിയും കൂടി ചേർന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ഈ കോൺട്രിബ്യൂട്ടറി സ്കീം വന്നപ്പോ ഓക്കെ, എംപ്ലോയറും എന്ത് ചെയ്യും, കോൺട്രിബ്യൂട്ട് ചെയ്യും. നമ്മൾ അപ്പോഴേ പറഞ്ഞ അതേ സിറ്റുവേഷൻ. എംപ്ലോയർ അതുപോലെ തന്നെ ആരാണ്, എംപ്ലോയി, ദേ ബോത്ത് കോൺട്രിബ്യൂട്ട് ഡ്യൂറിങ് ദി എംപ്ലോയ്മെന്റ്. ഒരു വ്യക്തി ജോലിയിൽ ഉണ്ടാവുന്ന സമയത്ത് രണ്ടുപേരും കൂടി പൂൾ ചെയ്ത് കുറച്ച് എമൗണ്ട് ഉണ്ടാക്കും. അത് ഇൻ ഫ്യൂച്ചർ ആര് പെൻഷനായിട്ട് റിസീവ് ചെയ്യും, എംപ്ലോയി പെൻഷനായിട്ട് റിസീവ് ചെയ്യും. ദിസ് ഇസ് ദി ന്യൂ പെൻഷൻ സ്കീം. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനാണ് എൻ്റെ പ്രൊഫഷണൽ കാര്യമുണ്ട്. NPS, ന്യൂ പെൻഷൻ സ്കീം, 2004 തൊട്ട് സെൻട്രൽ ഗവൺമെന്റ്, ഐ തിങ്ക് ഇറ്റ് ഇസ് 2006, ഓർമ്മയിൽ 2006 ആണ് സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പോൾ പണ്ട് കാലത്താണെങ്കിൽ, അപ്പൊ അതെന്താ ഓൾഡ് സിസ്റ്റത്തിൽ നിന്നുള്ള ഇത്, പണ്ടാണെങ്കിൽ എംപ്ലോയി എന്ത് ചെയ്യണ്ട, കോൺട്രിബ്യൂട്ട് ചെയ്യണ്ട, ഫുൾ എമൗണ്ട് ആരായിട്ട് തരുമായിരുന്നു, എംപ്ലോയർ തരുമായിരുന്നു. സോ ദാറ്റ് പെൻഷൻ എന്ന് പറയുന്ന ആ അട്രാക്റ്റീവായ ഗവൺമെന്റ് ജോബിന്റെ പാർട്ട് തീർന്നിരിക്കുകയാണ്. അപ്പൊ ഇനി ജോയിൻ ചെയ്യുന്ന ആർക്കും, അതായത് ഈ സെൻട്രൽ ഗവൺമെന്റിൽ 2004 ശേഷവും സ്റ്റേറ്റ് ഗവൺമെന്റ് 2006 ശേഷവും ജോയിൻ ചെയ്യുന്ന ആർക്കും ഉണ്ടാവില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇങ്ങനെ കൊടുക്കുന്ന പെൻഷൻ വിൽ ബി കൺസിഡേർഡ് ആസ് ദ ഡീംഡ് ടു ബി റെസീവ്. കിട്ടിയിട്ടുണ്ടോ? ഇല്ല. എപ്പോൾ കിട്ടത്തേ ഉള്ളൂ? പെൻഷനായിട്ട് പിന്നെ കിട്ടത്തേ ഉള്ളൂ. ആ ഇൻകത്തിനെയാണ് നമ്മൾ ഇൻകം ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് എന്തായിട്ട് എടുക്കുന്നത്, ഡീംഡ് ടു ബി റെസീവ്ഡ് ആയിട്ട് എടുക്കുന്നത്. Then the next term, accrue or arise. അതായത് ഈ അക്രൂ അല്ലെങ്കിൽ എറൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അപ്പൊ നമ്മൾ ആദ്യം എന്താ കണ്ടത്, നമ്മൾ ആദ്യം കണ്ടത് ശരിക്കും റിസീവ് ചെയ്യുന്ന സിറ്റുവേഷൻ. അടുത്ത രണ്ടാമത് ഡീംഡ് ടു ബി റിസീവ്ഡ്, ശരിക്കും കിട്ടിയിട്ടില്ല പക്ഷെ നമ്മൾ കിട്ടിയതായിട്ട് അസ്യൂം ചെയ്യുന്നു. തേർഡ് സിറ്റുവേഷൻ is deemed to accrue or arise. Okay, situation is, first one was, പഠിക്കാൻ എളുപ്പമാണ്, received. Second one is deemed to be received. Third situation is accrue or arise. Fourth one will be എന്തായിരിക്കും, deemed to accrue or arise.
അപ്പൊ അക്രൂവർ റൈറ്റ്സ് എന്ന് വെച്ചാൽ റൈറ്റ് ആവുന്നുള്ളൂ, റൈറ്റ് ടു റിസീവ് ദ ഇൻകം. റൈറ്റ് ടു റിസീവ് ദ ഇൻകം ആണ് അക്രൂവർ റൈറ്റ്സ്. ഇനി ഡീം ടു അക്രൂവർ റൈറ്റ്സ് മീൻസ് ദ ഇൻകം ഹാസ് നോട്ട് ആക്ച്വലി അക്രൂഡ് ഓർ റൈറ്റ്സ്. നമ്മൾ റിസീവ്ഡിന്റെ കേസ് പോലെ തന്നെ ശരിക്കും അക്രൂവ് ആയിട്ടില്ല, റിസീവ് ആയിട്ടില്ല, മീൻസ് അക്രൂവ് ആയിട്ടില്ല, റൈസും ആയിട്ടില്ല, നമുക്ക് അങ്ങനെ ഒരു അവകാശവും കിട്ടിയിട്ടില്ല. ബട്ട് വി ആർ അസ്യൂമിങ് ദാറ്റ് ഇറ്റ് ഇസ് ഡീം ടു അക്രൂ ഓർ റൈസ്. ഇപ്പോ അത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഇൻകം ഇസ് ഡീം ടു അക്രൂ ഓർ റൈസ് ഇൻ ഇന്ത്യ? ഫസ്റ്റ് വൺ, ഇഫ് യു ആർ റിസീവിങ് എനിത്തിങ് ത്രൂ എ ബിസിനസ് കണക്ഷൻ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഒരു ബിസിനസ് ഓപ്പറേഷനിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട്, ഓർ ഫ്രം എനി ഇൻകം യു ഹാവ് റിസീവ്ഡ് ത്രൂ എ പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ, അല്ല എങ്കിൽ എനി അതർ സോഴ്സ് ഓഫ് ഇൻകം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസറ്റിൽ നിന്ന് കിട്ടുന്നത്, അല്ല എങ്കിൽ ആ ക്യാപിറ്റൽ അസറ്റ്, ഇന്ത്യയിലുള്ള ഒരു ക്യാപിറ്റൽ അസറ്റ് നമ്മൾ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്, ഇതിനെയെല്ലാം നമ്മൾ ഡീം ടു അക്രൂ ഓർ റൈസ് ഇൻ ഇന്ത്യ എന്ന് പറയും. ദാറ്റ് ഈസ് യു ആർ ഹാവിംഗ് ദ റൈറ്റ് ടു റിസീവ് ദാറ്റ് പോർഷൻ ഓഫ് ഇൻകം. പക്ഷെ ആക്ച്വലി അത് നടന്നാൽ മാത്രമേ നമുക്ക് റിസീവ്ഡ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റൂ. ഈ മേളിൽ പറഞ്ഞ കാര്യങ്ങൾ, ദാറ്റ് ഈസ് ഇഫ് യു ആർ റിസീവിങ് എനി കൈൻഡ് ഓഫ് ഇൻകം ത്രൂ എ ബിസിനസ് കണക്ഷൻ ഇൻ ഇന്ത്യ, ഇപ്പോൾ ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഭാഗമായിട്ട് കിട്ടുന്നതോ, അല്ല എങ്കിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഓർ എനി സോഴ്സ് ഓഫ് അസറ്റ് ഓർ സോഴ്സ് ഓഫ് ഇൻകം അതിൽ നിന്ന് കിട്ടുന്നത്, ഇതെല്ലാം if it has not been carried out in India, those incomes will be deemed to accrue or arise in India. Second case is very 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 important, എല്ലായ്പ്പോഴും ക്വസ്റ്റ്യനിൽ റിപ്പീറ്റഡ്ലി വരുന്ന ഒരു ഐറ്റം ആണ്. സാലറി ഈസ് ഏൺഡ് ഇൻ ഇന്ത്യ ബട്ട് ഇറ്റ് ഈസ് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് ഏൺ ചെയ്തത് ഇവിടുത്തെ സർവീസിൽ നിന്നാണ്, പക്ഷെ റിസീവ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. പക്ഷെ even though if it is received outside India, it will be deemed to accrue or arise in India. കാരണം ഇവിടെ ജോലി ഉള്ളത് കൊണ്ടാണ് ഇവിടുന്ന് എന്ത് കിട്ടിയത്, സാലറി റിസീവ് ചെയ്തത്. തേർഡ് ഐറ്റം, സാലറി പേയബിൾ ബൈ ദ ഗവൺമെന്റ് ടു എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഫോർ സർവീസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇപ്പോ എംബസീസിൽ വർക്ക് ചെയ്യുന്നവര്, IFS ഇന്ത്യൻ ഫോറിൻ സർവീസിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നവര്, ഇവർക്കൊക്കെ അവരുടെ സർവീസ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ പുറത്തായിരിക്കും. ഈവൻ ദോ ദേ ആർ ദി ഒഫീഷ്യൽസ് ഓർ ഈവൻ ദോ ദേ ആർ പാർട്ട് ഓഫ് ദി ഇന്ത്യ ഗവൺമെന്റ് എംപ്ലോയീസ്, they are rendering their services outside the our national border. The services are being done outside India, but government pays or government pays salary to a citizen who is situated outside India. Then dividend paid by an Indian company outside India. ഇന്ത്യൻ കമ്പനിയിൽ ഷെയർസ് ഉള്ളത് കൊണ്ടാണ് എന്ത് റിസീവ് ചെയ്യുന്നത്, ഡിവിഡൻഡ് കിട്ടുന്നത്. അതുകൊണ്ട് ആ ഇൻകവും ഡീം ടു അക്രൂ ആണ്. എന്ന് വെച്ചാൽ കിട്ടുന്നത് എബ്രോഡ് ഇരിക്കുന്ന ആർക്കെങ്കിലും ആയിരിക്കും. ചിലപ്പോൾ USA സിറ്റിസൺ ആയിരിക്കും, മീൻസ് USA സിറ്റിസൺഷിപ്പ് ഒക്കെ ഒബ്റ്റെയിൻ ചെയ്തായിരിക്കും. പക്ഷെ ഇന്ത്യൻ കമ്പനിയിൽ ഷെയർസ് ഉണ്ടെങ്കിൽ ഡിവിഡൻഡ് കിട്ടിയാൽ അതിനെ നമ്മൾ ഏത് കാറ്റഗറിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യും? വി വിൽ ഇൻക്ലൂഡ് ഇറ്റ് അണ്ടർ ദ ഹെഡ് ഡീം ടു അക്രൂ ഓർ അറൈസ്. ദെൻ ഇൻകം ബൈ വേ ഓഫ് ഇൻട്രസ്റ്റ്. ഇന്ത്യ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും മണി ബോറോ ചെയ്തിട്ടുള്ളതോ അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷൻ, അതെല്ലാം നമ്മൾ ഡീം ടു അക്രൂ ഓർ അറൈസ്. ഓൾ ദോസ് തിങ്സ് which are connected with the interest payable by person ആയാലും interest receivable for the money given as borrowing. Then income by way of royalty. Non-resident person ആയാലും റൈറ്റ് ഓർ പ്രോപ്പർട്ടി ഓർ ഇൻഫർമേഷൻ, അതായത് ആ വ്യക്തിയുടെ മീൻസ് ആ ഒരു പേഴ്സൺ നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഏൺ ചെയ്ത് വരുന്ന എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ തിങ് വിച്ച് ഇസ് അസോസിയേറ്റഡ് വിത്ത്
the copyright or patent or something like that, നമ്മൾ അതിനെ എന്ത് കൊടുക്കേണ്ടി വരും? We are supposed to make a royalty. We are supposed to make a royalty. അപ്പോൾ if any royalty is payable by the government to a person outside India, ആ റോയൽറ്റി എന്ന് പറയുന്നത്, ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്ന ആ റോയൽറ്റി എന്ന് പറയുന്നത്, it becomes deemed to accrue or arise in India. Then income by way of fees for technical services. എന്തെങ്കിലും ടെക്നിക്കൽ സർവീസസ് നടത്തിയിട്ടുണ്ട് എങ്കിൽ റെസിഡന്റ് ആയാലും നോൺ റെസിഡന്റ് ആയാലും ഇപ്പൊ ഏതെങ്കിലും ഒരു ബിസിനസ്സോ പ്രൊഫഷനോ ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടെക്നിക്കൽ സർവീസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടെക്നിക്കൽ സർവീസസിന് വേണ്ടി കൊടുക്കുന്ന ഫീസ് അതും എന്താവും? വിൽ ബി കൺസിഡേർഡ് ആസ് ഡീംഡ് ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. പിന്നെ പറയുന്നത് നമ്മൾ അപ്പോഴേ പറഞ്ഞ അതേ കേസ്, എനി ഇൻകം ഓർ എ സം പെയ്ഡ് ഓർ എനി പ്രോപ്പർട്ടി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ബീൻ ട്രാൻസ്ഫേർഡ്, വേറൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, the following income shall not be deemed to accrue or arise in India for non-residents. Mere purchase of goods in India for export purpose-ന് വേണ്ടിയിട്ട് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് അതൊരിക്കലും എന്തായിട്ട് എടുക്കില്ല, will not be considered as deemed to accrue or arise in India. Then collection of news and views in India for transmission out of India, അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസ് ഏജൻസി മാഗസിൻസിന്റെ പബ്ലിഷിങ്ങിന് പർപ്പസിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്ത കാര്യങ്ങൾ, അതിനും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഇൻകം. ദെൻ ഷൂട്ടിംഗ് ഓഫ് എ ഫിലിം ഇൻ ഇന്ത്യ, ഇതൊന്നും ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ആവില്ല ഫോർ എ നോൺ റെസിഡന്റ്. ഇപ്പൊ ഇൻകം റിസീവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് അക്രൂ ചെയ്തതും എറൈസ് ചെയ്തതും ഇന്ത്യയുടെ പുറത്തായിക്കോട്ടെ അല്ല എങ്കിൽ ഇന്ത്യയുടെ അകത്തായിക്കോട്ടെ, വാട്ട് എവർ ബി ദ സിറ്റുവേഷൻ, ഇൻകം റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ടാക്സബിൾ ഇൻ ഓൾ ദ 3 കേസസ്. അത് റെസിഡന്റ് ആയാലും നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആയാലും നോൺ റെസിഡന്റ് ആയാലും എന്ത് കൊടുത്തേ പറ്റുള്ളൂ? ടാക്സ് കൊടുത്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇൻകം റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെദർ ഇറ്റ് ഈസ് അക്രൂഡ് ഓർ അറൈസ് ഇൻ ഇന്ത്യ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ, എല്ലാ സിറ്റുവേഷനിലും എന്താവും? ടാക്സബിൾ ആവും. അത് റെസിഡന്റ് ആയാലും നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആയാലും നോൺ റെസിഡന്റ് ആയാലും റിസീവ്ഡ് ആണെങ്കിൽ ഓൾ ആർ സപ്പോസ് ടു ബി ഹാവ് ഇൻസിഡൻസ് ഓഫ് ടാക്സ്, അതായത് ടാക്സബിൾ ആവും. അങ്ങനെ നമുക്ക് പറയാം. ഇനി സെക്കൻഡ് സിറ്റുവേഷൻ, ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ വെദർ അക്രൂഡ് ഓർ അറൈസ് ഇൻ ഇന്ത്യ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യയിൽ നിന്ന് പുറത്തു നിന്നോ ഡീം ടു ബി റിസീവ്ഡ്, ഏതിന്റെ കണ്ടിന്യൂഷൻ തന്നെ? ഈ റിസീവ്ഡിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ആ സിറ്റുവേഷനിലും 3 കേസിലും എന്ത് വരും? ടാക്സബിലിറ്റി വരും. റെസിഡന്റ് ആയാലും നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആയാലും നോൺ റെസിഡന്റ് ആണെങ്കിലും ടാക്സബിലിറ്റി ഉണ്ടാവും. Then third situation, income accruing or arising in India whether received in India or outside India. അപ്പോൾ അത് ഏതാ സിറ്റുവേഷൻ? അക്രൂ ഓർ അറൈസ്.
അക്രൂ ഓർ അറൈസ്. ആ സിറ്റുവേഷനിലും 3 കോണ്ടെക്സ്റ്റിലും എന്ത് വരും? ടാക്സബിലിറ്റി വരും. റെസിഡന്റ് ആയാലും നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആയാലും നോൺ റെസിഡന്റ് ആയാലും ടാക്സബിലിറ്റി വരും. Then the fourth one, income deemed to accrue or arise in India, whether received in India. ഇന്ത്യയിൽ കിട്ടിയതോ ഇന്ത്യയുടെ പുറത്ത് റിസീവ് ചെയ്തതോ, ബട്ട് ദ സിറ്റുവേഷൻ ഇസ് ഡീംഡ് ടു അക്രൂ. അപ്പൊ ആ സിറ്റുവേഷനിലും ഈ പറഞ്ഞ 3 കാറ്റഗറി ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ 3 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ള പേഴ്സൺസിന് ടാക്സബിലിറ്റി വരും. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റെസീവ്ഡ്, ഡീംഡ് ടു ബി റിസീവ്ഡ്, അക്രൂ ഓർ അറൈസ്, ഡീംഡ് ടു അക്രൂ ഓർ അറൈസ്, ഈ പറയുന്ന എല്ലാ സിറ്റുവേഷനിലും റെസിഡന്റ്, നോട്ട് ഓർഡിനറിലി റെസിഡന്റ്, നോൺ റെസിഡന്റിന് എന്ത് വരും? ടാക്സബിലിറ്റി വരും. അപ്പൊ ഏത് സിറ്റുവേഷനിലാണ് ടാക്സബിലിറ്റി ഇല്ലാത്തത്? The picture changes from the 5th point. Income received and accrued or arisen outside India. നമ്മൾ ആദ്യത്തെ 4 കേസിലും പറയുന്നത് received in India, deemed to be received in India, accrue or arise in India, deemed to accrue or arise in India. വ്യത്യാസം മനസ്സിലായോ? ആദ്യത്തെ 4 ഈ കാണുന്ന ടേബിളിലെ 4 സിറ്റുവേഷനിലും എല്ലാ ഇൻകവും എവിടെ നിന്നാണ്, അല്ലെങ്കിൽ എവിടെ റിസീവ് ചെയ്തത്, അല്ലെങ്കിൽ എവിടെ അക്രൂ ചെയ്ത കാര്യമോ പറയുന്നുള്ളൂ? ഇന്ത്യയിലെ കാര്യം മാത്രമേ പറയുന്നു. ബട്ട് ഫ്രം ദ 5th പോയിന്റ്, ഇഫ് യു നോട്ടീസ്, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദി ഇൻകംസ് റെസീവ്ഡ്, അക്രൂ ഓർ അറൈസ്. അതായത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത എല്ലാത്തിൻ്റെയും ഏത് കോണ്ടെക്സ്റ്റിൽ നിന്ന് പറയും? ഇന്ത്യയുടെ പുറത്തുള്ള സിറ്റുവേഷൻ പറയും. ഓക്കെ, അതായത് 1 to 4 ആദ്യത്തെ 4 പോയിന്റ്സ് ഇറ്റ് ഈസ് അബൌട്ട് ഇന്ത്യ. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ 4 സിറ്റുവേഷൻ എന്താണ്? റെസീവ്ഡ്, ഡീം ടു ബി റെസീവ്ഡ്, അക്രൂ ഓർ അറൈസ്, ഡീം ടു അക്രൂ ഓർ അറൈസ്. ഇതാണ് പറഞ്ഞിരുന്നത് എല്ലാം ഇന്ത്യയിലെ സിറ്റുവേഷൻ. But from the 5th point to 8th point in the table, they discuss about the situations when it happens from outside India. Outside India നോക്കിയാൽ ആദ്യത്തെ പോയിന്റ് received and accrued or arise from a business controlled in or a profession set up in India. ഈ 5ാമത്തെ 6ാമത്തെ പോയിന്റ് കണ്ടോ? ദേ ആർ കണക്റ്റഡ്. രണ്ടും പറയുന്ന ഒരേ കാര്യമാണ്. റിസീവ് ചെയ്യുകയോ അക്രൂ ഓർ അറൈസ് ചെയ്യുകയോ, ദാറ്റ് ഈസ് യു ഹാവ് ഐദർ യു ഹാവ് റിസീവ്ഡ് ദ ഇൻകം ഔട്ട്സൈഡ് ഇന്ത്യ ഓർ ദ ഇൻകം ഇസ് അക്രൂഡ് ഓർ അറൈസ് ഔട്ട്സൈഡ് ഇന്ത്യ. എവിടുന്ന് റിസീവ് ചെയ്തായാലും അക്രൂ ഓർ അറൈസ് ചെയ്തതായാലും എവിടുന്ന് സംഭവിച്ചോ അല്ലെങ്കിൽ എവിടുന്ന് കിട്ടിയതാ? ബിസിനസ് ഓർ എ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതോ കമൻസ് ചെയ്തതോ ആയ സിറ്റുവേഷൻ ആണ് 5ാമത്തെ പോയിന്റ് പറഞ്ഞേക്കുന്നത്. 6ാമത്തെ പോയിന്റ് പറയുന്നത് അതേ കാര്യം, ഇഫ് ദാറ്റ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഇസ് കമൻസ്ഡ് ഓർ സെറ്റപ്പ് ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പോ റിസീവ്ഡ് ആൻഡ് അക്രൂ ഓർ അറൈസ്, അതായത് നമുക്ക് ഇൻകം റിസീവ് ചെയ്തിരിക്കുന്നതോ അക്രൂ ഓർ അറൈസും ചെയ്തിരിക്കുന്നതോ ഇന്ത്യയുടെ പുറത്തു നിന്നാണ്. പക്ഷേ the point is the profession or the business is set up in India. If it is set up in India, ഇന്ത്യയിലാണെങ്കിൽ ആർക്കായിരിക്കും പൊതുവെ ടാക്സബിലിറ്റി വരിക? റെസിഡന്റ് ആയ ഒരു വ്യക്തിക്കായിരിക്കും. കാരണം ഇന്ത്യയിൽ നോൺ റെസിഡന്റ് ആയ വ്യക്തിക്ക് ഇന്ത്യയുടെ പുറത്തുള്ള ഒരു ഇൻകത്തിന് നമുക്ക് ഇന്ത്യയിൽ ടാക്സ് വാങ്ങിക്കാൻ പറ്റുമോ? സേ ഫോർ എക്സാമ്പിൾ എ പേഴ്സൺ ഹു ഇസ് നോൺ റെസിഡന്റ് ബഹ്റിനിലാണെന്ന് വിചാരിക്കുക, അസ്യൂം ചെയ്യുക. ഇന്ത്യയുടെ പുറത്ത് ബഹ്റിനിലാണ്. ആൻഡ് ഹി ഈസ് കൺട്രോളിങ് എ ബിസിനസ് യൂണിറ്റ് വിച്ച് ഇസ് സെറ്റപ്പ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ബിസിനസ് അയാൾ അവിടുന്ന്
അതിന്റെ ഒരു ബോർഡ് ഓഫ് ഡയറക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ദാറ്റ് പേഴ്സൺ ഇസ് ആക്ടിങ് ആസ് ദ ബോർഡ് ഓഫ് ഡയറക്ടർ. അതൊരു കൺട്രോൾ മെക്കാനിസം ഉണ്ട്, അത്രയേ ഉള്ളൂ. ഇഫ് എനി കൈൻഡ് ഓഫ് ഇൻകം റെസീവ്ഡ് ആൻഡ് അക്രൂഡ് അറൈസൺ ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യയിലല്ല ആ ഇൻകം റിസീവ് ചെയ്തിരിക്കുന്നത്, മറിച്ച് അതെവിടെയാണ് ആ പേഴ്സൺ റിസീവ് ചെയ്തിരിക്കുന്നത്? ഔട്ട്സൈഡ് ഇന്ത്യ. ബഹ്റൈനിൽ റിസീവ് ചെയ്തു, അതിന് നമുക്ക് ഇന്ത്യയിൽ ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് ദാറ്റ് പേഴ്സൺ ഇസ് എ നോൺ റെസിഡന്റ്. അതായത് നോൺ റെസിഡന്റ് ആണ്. നമ്മുടെ എങ്ങനെയാണ് നമ്മൾ നോൺ റെസിഡന്റ് ആണെന്ന് മനസ്സിലാക്കിയത്? മിനിമം 60 ഡേയ്സോ അല്ല എങ്കിൽ 365 ഡേയ്സ് ഡ്യൂറിങ് ദ 4 ഇയേഴ്സ് പ്രിസീഡിങ് ദ പ്രീവിയസ് ഇയർ. 182 എന്തായാലും ഇല്ല, 60 തീരെ ഇല്ല. അപ്പൊ പിന്നെ ആ ബേസിക് കണ്ടീഷൻ മീറ്റ് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? നോൺ റെസിഡന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു നോൺ റെസിഡന്റ് ആയി മാറുന്ന ഒരു പെർട്ടിക്കുലർ പേഴ്സൺ receives an income or accrue or arise. accrue or arise എന്ന് വെച്ചാൽ റൈറ്റ് ടു റിസീവ്. അങ്ങനെ ഒരു റൈറ്റ് ഉള്ള ഒരു വ്യക്തി, അത് എവിടെയാ ഇൻകം റിസീവ് ചെയ്യുന്നത്? ഇന്ത്യയുടെ പുറത്ത്. ഒള്ളി കണക്ഷൻ വിത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ആ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ ഇന്ത്യയിൽ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് പെർട്ടിക്കുലർ ആർക്ക് ടാക്സബിലിറ്റി മാറ്റർ വരത്തില്ല? നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നോൺ റെസിഡന്റിന് വരില്ല. ബട്ട് ഇതേ കാര്യം വീണ്ടും പിക്ചറിൽ ഒരു ചെറിയ ചേഞ്ച്, അല്ലെങ്കിൽ ആ എക്സാമ്പിളിൽ ഒരു ചെറിയ ചേഞ്ച്, ബിസിനസ്സും പ്രൊഫഷനും എവിടെ തന്നെയാണ്, അല്ലെങ്കിൽ ആ ബിസിനസ്സും എവിടെ തന്നെയാണ്? ഒമാനിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ബിസിനസ് ഇവിടെ ഇല്ല, ഇന്ത്യയിൽ നിന്നും ഇന്ത്യയിലല്ല ഇൻകം റിസീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആർക്ക് ടാക്സബിലിറ്റി വരില്ല? നോട്ട് ഓർഡിനറി റെസിഡന്റിനും കൂടി ടാക്സബിലിറ്റി വരില്ല. ആർക്ക് മാത്രമേ വരുള്ളൂ? പ്യുവർ റെസിഡന്റ് ആയ ഒരു വ്യക്തി അല്ലെങ്കിൽ ഓർഡിനറിലി റെസിഡന്റ് ആയ ഒരു വ്യക്തിക്ക് മാത്രമേ ഇൻ സച്ച് എ സിറ്റുവേഷൻ ഇറ്റ് ബിക്കംസ് ടാക്സബിൾ. കാരണം ഇന്ത്യയിൽ ഓർഡിനറിലി റെസിഡന്റ് ആയാൽ 182 ഡേയ്സ് ഓർ എബവ് സ്റ്റേ ചെയ്യുന്ന, പ്രീവിയസ് ഇയറിൽ സ്റ്റേ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇന്ത്യയുടെ പുറത്ത് റിസീവ് ചെയ്തതോ അല്ലെങ്കിൽ റിസീവ് ചെയ്യാൻ റൈറ്റ് ഉള്ള ഒരു ഇൻകത്തിനോ, ഏത് പോയിന്റിൽ നിന്ന് ഏൺ ചെയ്യുന്നത്? ഒരു പ്രൊഫഷനിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ ഏൺ ചെയ്യുന്ന ഇൻകത്തിന് ടാക്സബിലിറ്റി വരികയുള്ളൂ. So that is all about the 5th and 6th. Hope it is clear up to the 6th point. You can reply in the chat box. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യം മനസ്സിലായോ ഇല്ലയോ എന്ന് പറയാം. Okay. വിഷ്ണുവിന് പറഞ്ഞത് ക്ലിയർ ആയോ? You can also reply. Yes, ma'am. Okay. അപ്പൊ ഇനി 7ാമത്തെ സിറ്റുവേഷൻ. അപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവേണ്ടത്, നിങ്ങൾക്ക് ഈ ടേബിൾ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുന്ന, ഔട്ട് ഓഫ് ദ 7 സിറ്റുവേഷൻസ്, ഈ 7 സിറ്റുവേഷനിലും ടാക്സബിലിറ്റി ബർഡൻ ഉള്ള ഏത് സ്റ്റാറ്റസിനാ? ഓർഡിനറി റെസിഡന്റിനാണ്. ഓക്കെ, അതായത് ഓർഡിനറി റെസിഡന്റ് ആയ ഒരു വ്യക്തിക്കാണ് എപ്പോഴും എന്ത് കൂടുവാൻ ഉള്ള ചാൻസ്? ടാക്സബിലിറ്റി കൂടാനുള്ള ചാൻസ്. അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരും ഇഫ് ദേ ആർ വിസിറ്റിംഗ് അനദർ പ്ലേസ് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിന് ശേഷം, എസ്പെഷ്യലി 6 മാസത്തിന് ശേഷം ഇന്ത്യ വിസിറ്റ് ചെയ്യുന്ന ആരും സ്റ്റേ ചെയ്യാറില്ല, എസ്പെഷ്യലി ഫോറിനേഴ്സ്. ബിക്കോസ് സിറ്റിസൺഷിപ്പ് അല്ല റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് തീരുമാനിക്കുന്നത്. ഇറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു ദി നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് സ്റ്റേ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. ഒരു പ്രീവിയസ് ഇയറിൽ എത്ര ദിവസം താമസിക്കുന്നോ അതിനനുസരിച്ചാണ് നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണക്കാക്കപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ കഴിവതും ആ സ്റ്റേ അല്ലെങ്കിൽ ഈ ഓർഡിനറി റെസിഡന്റ് ആവാനായിട്ട് ഇങ്ങനെ ഫോറിൻ വിസിറ്റ് അല്ലെങ്കിൽ ഫോറിനിൽ നിന്നും ഇന്ത്യയിലേക്ക് വിസിറ്റ് ചെയ്യുന്ന പലരും ആ ഒരു സ്റ്റാറ്റസിലേക്ക് വരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കും. മൂവിങ് ടു ദി 7th പോയിന്റ്, ഇൻകം റിസീവ്ഡ് അക്രൂഡ് ഓർ അറൈസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയുടെ
പുറത്ത്, അതായത് ഔട്ട്സൈഡ് ഇന്ത്യ റിസീവ് ചെയ്തതോ അല്ല എങ്കിൽ അക്രൂ ഓർ അറൈസ് ചെയ്തതോ ആയ ഇൻകം ഫ്രം എനി അതർ സോഴ്സ്, ഏത് സോഴ്സിൽ നിന്നായാലും ആർക്ക് മാത്രമേ ടാക്സബിലിറ്റി വരൂ? ഞാൻ ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ ടാക്സബിലിറ്റി ഉള്ള റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ആൾ, അതായത് ഓർഡിനറി റെസിഡന്റിന് മാത്രമേ ടാക്സ് കൊടുക്കേണ്ടി വരൂ. ലാസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇൻകം അക്രൂഡ് ഓർ അറൈസൺ, അതായത് അക്രൂ ഓർ അറൈസ് റെസീവ്ഡ് ആയാലും അക്രൂ ഓർ അറൈസ് ആയാലും ഔട്ട്സൈഡ് ഇന്ത്യ ഇൻ ഏർലിയർ ഇയേഴ്സ്. ഓക്കെ, എത്രയോ കാലങ്ങൾക്ക് മുന്നേ റിസീവ് ചെയ്തതോ അല്ലെങ്കിൽ അക്രൂ ഓർ അറൈസ് ചെയ്തതോ എവിടെ? ഇന്ത്യയുടെ പുറത്ത്. ബട്ട് ലേറ്റർ ഓൺ ഇറ്റ് ഈസ് റെമിറ്റഡ് ടു ഇന്ത്യ. കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ റെലവന്റ് പ്രീവിയസ് ഇയറിൽ അതിനെ ഇന്ത്യയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ റെമിറ്റ് ചെയ്യുന്നു. Such an income is not taxable in all the situation. ഈ ഒരു സിറ്റുവേഷനിലും അതിന് ടാക്സബിലിറ്റി ഇല്ല. So hope the table is clear. We can go to the question. So the first question is, the following are the incomes of Sri Ram Prasad for the previous year 2020-21. Profit from business in Iran received in India. Okay. Profit from business in Iran എന്ന് പറഞ്ഞാൽ ഇറാനിൽ ചെയ്ത ബിസിനസ് എവിടെ റിസീവ് ചെയ്യുന്നു? ഇന്ത്യയിൽ റിസീവ് ചെയ്യുന്നു. സോ ഏത് സിറ്റുവേഷനിലായിട്ടായിരിക്കും ഇത് വരിക? പ്രോഫിറ്റ് എന്നേ പറയുന്നുള്ളൂ. പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ ഇറാൻ ബട്ട് ഇറ്റ് ഈസ് റിസീവ്ഡ് ഇൻ ഇന്ത്യ. അപ്പോ അക്രൂഡ് ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇൻകം accrued outside India, income received and accrued or arisen outside India from a business set up outside India. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇതിന്റെ ഒരു പെക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഇൻകത്തിന്റെ പെക്യുലാരിറ്റി ഇറ്റ് കാൺ ബി പുട്ട് അണ്ടർ ദ ഹെഡിങ് ഓഫ് 6th or 5th ബിക്കോസ് ബിസിനസ് ഓഫ് പ്രൊഫഷണൽ എന്നല്ല പറയുന്നത്, പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ആണ് പറയുന്നുണ്ട്. ബിസിനസ് ഇൻ ഇറാൻ ആണ്, ബട്ട് ഇറ്റ് ഈസ് റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇപ്പൊ ഇൻകം received, income accrued outside India, നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. ഇൻകം accrued outside India but it is being received in India. It will be taxable in all the cases. Income accruing or arising in India, whether received in India or not. Okay, taxable in all the cases. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഇറാൻ. ഇറാനിലുള്ള ഹൗസ് പ്രോപ്പർട്ടിയുടെ ഇൻകം യു ആർ റിസീവിങ് ഇറ്റ് ഇൻ ഇന്ത്യ. അവിടെയും ഈ പറയും പോലെ ഇൻകം ഇസ് അക്രൂഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയുടെ പുറത്താണ് ഇൻകം അക്രൂ ചെയ്തിരിക്കുന്നത്, പക്ഷെ ഇൻകം എവിടെ റിസീവ് ചെയ്തിട്ടുണ്ട്? ഇറ്റ് ഇസ് ബീൻ റിസീവ്ഡ് ഇൻ ഇന്ത്യ. ആ സിറ്റുവേഷനിൽ നമ്മൾ 3 കേസിലും എന്ത് വരും? ടാക്സബിലിറ്റി വരും. അതായത് റെസിഡന്റ് ആയാലും, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയാലും, നോൺ റെസിഡന്റ് ആയാലും ടാക്സബിലിറ്റി വരും. Then the third situation, income from house property in Pakistan deposited in a bank there.
അതായത് പാകിസ്ഥാനിൽ കിട്ടിയ ഇൻകം എവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്തു? പാകിസ്ഥാനിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അത് ഇന്ത്യയിലോട്ട് എന്ത് ചെയ്തിട്ടില്ല? റെമിറ്റ് ചെയ്തിട്ടില്ല. സി, ഏഴാമത്തെ സിറ്റുവേഷൻ, ഇൻകം റിസീവ്ഡ് ആൻഡ് അക്രൂ ഓർ അറൈസൺ ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയുടെ പുറത്ത് റിസീവ് ചെയ്യപ്പെട്ടതോ അല്ലെങ്കിൽ അക്രൂ ഓർ അറൈസ് ചെയ്യപ്പെട്ടതോ ഏത് സോഴ്സിൽ നിന്നായാലും, അത് ഈ പറയുന്ന പോലെ ഇൻട്രസ്റ്റ് ആയാലും ഹൗസ് പ്രോപ്പർട്ടിയിൽ കിട്ടുന്നതാണെങ്കിലും, അത് ആർക്ക് മാത്രമേ ടാക്സബിലിറ്റി വരുള്ളൂ? ഇറ്റ് വിൽ ബി മെയ്ഡ് ടാക്സബിൾ ഓൺലി ഇൻ ദ കേസ് ഓഫ് ഓർഡിനറി റെസിഡന്റ്. Then fourth sub question. Profits of business established in Pakistan. Okay, അപ്പോൾ പ്രോഫിറ്റ്സ് ഓഫ് ബിസിനസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ പാകിസ്ഥാൻ. അപ്പോൾ ഇന്ത്യയുടെ പുറത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തൊരു ബിസിനസ്, ആ കിട്ടിയ പ്രോഫിറ്റിനെ ഇസ് ബീൻ ഡെപ്പോസിറ്റഡ് ഇൻ എ ബാങ്ക് ദെയർ 20,000. ഔട്ട് ഓഫ് 20,000, ഓക്കെ, 20,000 a sum of 10,000 is brought to India. അപ്പം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് പാകിസ്ഥാനിലാണ്, എസ്റ്റാബ്ലിഷ് ചെയ്ത് പാകിസ്ഥാനിലാണ്. പക്ഷേ അതിൽ ഒരു ആഡ് ഓൺ കൂടെ പറയുന്നുണ്ട്, ഇറ്റ് ഇസ് ബീൻ കൺട്രോൾഡ് ഫ്രം ഇന്ത്യ. അത് ഏത് സിറ്റുവേഷനാ? ഫിഫ്ത്ത് സിറ്റുവേഷൻ. ഇൻകം received and accrue or arisen outside India from a business controlled from India. അത് റെമിറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ഇറ്റ് ഡസൻ മാറ്റർ. ഇവിടെ 10,000 റെമിറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ആ റെമിറ്റൻസ് ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ദ എൻറ്റയർ എമൗണ്ട് ഓഫ് rupees 20,000 വിൽ ബി ടാക്സബിൾ ഫോർ ഫസ്റ്റ് ടു സിറ്റുവേഷൻ. ഓർഡിനറി റെസിഡന്റും നോട്ട് ഓർഡിനറി റെസിഡന്റ് സ്റ്റാറ്റസ് ഉള്ളവർക്ക് ടാക്സബിൾ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ദി ഫിഫ്ത്ത് സബ് ക്വസ്റ്റ്യൻ. Accrued in India but received in England. Okay. If the income is accrue or arisen in India, അത് എവിടെ റിസീവ് ചെയ്താലും, ഓക്കെ, ഇഫ് യു ഹാവ് ദ റൈറ്റ് ടു റിസീവ്, അതാണ് അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ആണെങ്കിൽ, ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ് ഇറ്റ് വിൽ ബി മെയ്ഡ് ടാക്സബിൾ ഫോർ ഓൾ ദ സിറ്റുവേഷൻസ്. Income accruing or arising in India, whether received in India or outside India, it doesn't matter. എവിടെ കിട്ടുന്നു അല്ലെങ്കിൽ എവിടെ റിസീവ് ചെയ്യുന്നു എന്നുള്ളത് പ്രശ്നമല്ല. തേർഡ് കോണ്ടെക്സ്റ്റ് ഇസ് ടാക്സബിൾ ഇൻ ഓൾ ദ സിറ്റുവേഷൻസ്. അതാണ് ഈ ഫിഫ്ത്ത് വൺ. നെക്സ്റ്റ് സിറ്റുവേഷൻ, പ്രോഫിറ്റ് ഏൺഡ് ഫ്രം ബിസിനസ് ഇൻ കാൺപൂർ. കാൺപൂർ ഇസ് എ പ്ലേസ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. അപ്പൊ ഇന്ത്യയിൽ നിന്ന് തന്നെ നമുക്ക് റിസീവ് ചെയ്യുന്ന ഒരു ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ഇൻ സച്ച് എ സിറ്റുവേഷൻ, ഇഫ് ഇറ്റ് ഈസ് റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഇറ്റ് വിൽ ബി മെയ്ഡ് ടാക്സബിൾ ഇൻ ഓൾ ദ സിറ്റുവേഷൻ. ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ, വെദർ അക്രൂ ഓർ അറൈസൺ ഇൻ ഇന്ത്യ, ആദ്യത്തെ സിറ്റുവേഷൻ, എല്ലാ സിറ്റുവേഷനിലും ടാക്സബിൾ ആയിരിക്കും. Next sub question is income from agriculture in England. It is all spent on the education of children in London. Rupees 5,000. അതായത് അഗ്രികൾച്ചർ ഇൻ ഇംഗ്ലണ്ട് ആണ്. അഗ്രികൾച്ചറൽ ഇൻകം റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. ആൻഡ് അത് അവിടെ തന്നെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇസ് നോട്ട് ബീൻ റെമിറ്റഡ് ഓർ ഇറ്റ് ഇസ് നോട്ട് ബീൻ യൂസ്ഡ് ഹിയർ. പക്ഷേ ഏത് സോഴ്സിൽ നിന്ന് റിസീവ് ചെയ്തതാണെങ്കിലും ആർക്ക് മാത്രം ടാക്സബിലിറ്റി വരും? ഓർഡിനറി റെസിഡന്റ്. ഏഴാമത്തെ പോയിന്റ്, ഇൻകം റിസീവ്ഡ്, അക്രൂഡ് ഓർ അറൈസൺ ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയുടെ പുറത്ത് എവിടെ തന്നെ കിട്ടിക്കോട്ടെ, ഏത് സോഴ്സിൽ നിന്ന് തന്നെ കിട്ടിക്കോട്ടെ, ആർക്ക് മാത്രം ടാക്സബിലിറ്റി വന്നിരിക്കും അവിടെ?
ഓർഡിനറിലി റെസിഡന്റിന് ഉറപ്പായിട്ടും ടാക്സബിലിറ്റി ഉണ്ടായിരിക്കും. അപ്പൊ ഈ സിറ്റുവേഷനിലും അവരവിടെ സ്പെൻഡ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ഇറ്റ് ഡസൻ മാറ്റർ. ഇറ്റ് വിൽ ബി ടാക്സബിൾ ഇൻ ദ കേസ് ഓഫ് ഓർഡിനറിലി റെസിഡന്റ്. ലാസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാസ്റ്റ് അൺടാക്സ്ഡ് ഫോറിൻ ഇൻകം. ഇതാണ് നമ്മൾ അവസാനം കണ്ട ഒരു കാര്യം. When a past untaxed foreign income is brought to India in the previous year, is not taxable as it is not the income of the previous year. നമ്മൾ എല്ലാ കോണ്ടെക്സ്റ്റിലും അല്ലെങ്കിൽ എല്ലാ സിറ്റുവേഷനിലും ടാക്സബിലിറ്റി ഇല്ല എന്ന് പറയുന്ന എട്ടാമത്തെ സിറ്റുവേഷൻ. പണ്ട് റിസീവ് ചെയ്തതാണ്, അതാണ് ഈ പാസ്റ്റ് അൺടാക്സ്ഡ് ഫോറിൻ ഇൻകം എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്ന് പോലും നമുക്ക് ടാക്സബിലിറ്റിയുടെ ബ്രാക്കറ്റ്സിൽ വന്നിട്ടില്ല. പക്ഷെ അത് ലേറ്റർ ഓൺ റെമിറ്റ് ചെയ്തു എന്ന് കരുതി നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല. വി കാൺട്ട് മേക്ക് ഇറ്റ് ആസ് ടാക്സബിൾ. So the question was, from the above particulars, ascertain the gross total income of Sri Ram Prasad if he is a resident, not ordinary resident and non-resident. നമ്മൾ ഈ ടേബിൾ കണ്ട പോലെ തന്നെ യു ഹാവ് ടു പ്രിപ്പയർ എ പെർട്ടിക്കുലർ കോളം. ഇവർ ചെയ്തിരിക്കുന്ന പോലെ കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം. 3 സിറ്റുവേഷനിൽ നമ്മൾ ഏതൊക്കെ ടാക്സബിൾ ആവും എന്ന് പറഞ്ഞു. അതിനനുസരിച്ച് യു ക്യാൻ റൈറ്റ് ദി ആൻസർ അക്കോർഡിംഗ് ടു ദി ഓർഡർ. ഇവർ ജസ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ദേ ഹാവ് പുട്ട് ഇറ്റ് അണ്ടർ certain headsൽ എഴുതി ചെയ്തു. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് യു ക്യാൻ റൈറ്റ് ദ ഫസ്റ്റ് വൺ, ദാറ്റ് ഇസ് പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ ഇറാൻ എ. അത് എല്ലാ കേസിലും ടാക്സബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 5,000 എല്ലാ കോളത്തിലും എമൗണ്ട് ചെയ്ത് അങ്ങനെ ABCD ആ ക്വസ്റ്റ്യൻ്റെ ഓർഡറിൽ നിങ്ങൾ ആൻസർ ചെയ്ത് പോയാൽ മതിയായിരിക്കും. ദിസ് ഇസ് ഫോർ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള ഈസിനെസ്സിന് വേണ്ടിയിട്ട് ദേ ഹാവ് പുട്ട് ഇറ്റ് അണ്ടർ സർട്ടൻ ഹെഡ്സ്. ആ ടേബിളിൽ പറഞ്ഞ ആ ഒരു ലോജിക്കൽ രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നു. If there is any doubts with regard to this question, you can ask me, and if there is any if it is clear also, you can put it in the chat box. Okay. We can go to the discussion of the next question. So the next question is, discuss the accessibility of the following items of receipts in case of resident but not ordinarily resident. ഈ ക്വസ്റ്റ്യൻ്റെ ഡിഫറൻസ് മനസ്സിലായോ? കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഒരു വ്യക്തി തന്നെ 3 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇൻകം എന്നാണ് ചോദിച്ചിരുന്നത്. ബട്ട് വിത്ത് റെസ്പെക്ട് ടു ദിസ് ക്വസ്റ്റ്യൻ, ഇതിനകത്ത് ഒരു പേഴ്സൺ നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആയാൽ എന്തായിരിക്കും ആ പേഴ്സണിന്റെ ടാക്സബിലിറ്റി. അപ്പൊ ഒരു സ്റ്റാറ്റസിനെ പറ്റി മാത്രമേ ചോദിക്കുന്നുള്ളൂ. ദാറ്റ് ഈസ് അബൌട്ട് ദ നോട്ട് ഓർഡിനറിലി റെസിഡന്റ് സിറ്റുവേഷൻ. A sum equivalent to rupees 40,000 was earned from a business in the UK
but the profits have been remitted to India. The assessee used to attend the business only when he was in the UK. അപ്പോൾ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആണ് പറഞ്ഞു. നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആണ് ആൻഡ് ഹി ഈസ് റിസീവിംഗ് rupees 40,000 from a business in UK. ഇത് ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്ത ഒരു ബിസിനസ് അല്ല, കാരണം അത് ആ ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് തന്നെ പറയുന്നുണ്ട്. ദ അസസി യൂസ് ടു അറ്റൻഡ് ദ ബിസിനസ് ഓൺലി വെൻ ഹി വാസ് ഇൻ UK. അപ്പൊ ഇന്ത്യയിൽ ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്തതോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കൺട്രോൾ ചെയ്തതോ ആയ ഒരു ഐറ്റം അല്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കാര്യം, അപ്പൊ ആദ്യം എന്താ ഇൻകത്തിന്റെ 5 and 6 പോയിന്റ് ഇൻകം അക്രൂ ഓർ അറൈസ് ഔട്ട്സൈഡ് ഇന്ത്യ. അതാണ് ഇന്ത്യയുടെ പുറത്താണ് റിസീവ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അക്രൂ ഓർ അറൈസ് ചെയ്തിരിക്കുന്നത്. And the business is set up outside India. Business is set up outside India. But when the business is set up outside India and the income is received or accrue or arise outside India, it is not taxable for a not ordinarily resident. So, receipt basis laanengil polum, even if it is on receipt basis ledethal polum, that income won't be assessed, or there is no taxability if that particular individual is a not ordinarily resident. അപ്പോൾ അങ്ങനെ വേണം. ഇവിടെ ജസ്റ്റ് ഒരു കേസ് മാത്രം ആയതുകൊണ്ട് വെദർ ദാറ്റ് ഐറ്റം വിൽ ബി കൺസിഡേർഡ് ഓർ നോട്ട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എഴുതിയാൽ മതിയാവും. ഡിപ്പെൻഡ്സ് അപ്പോൺ ദി മാർക്സ് യു ക്യാൻ എക്സ്പാൻഡ് യുവർ ആൻസേഴ്സ്. അത് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. Then the second sub-question, that is remuneration of rupees 20,000 due to him for services rendered in Singapore was credited to his bank account in Singapore and immediately thereafter remitted to India. For 20,000 remuneration due to him ആണ്, actually receive ചെയ്തിട്ടില്ല. For services rendered in Singapore, സിംഗപ്പൂരിൽ തന്നെ കൊടുത്ത സർവീസസിൽ അവിടെ റെൻഡർ ചെയ്ത സർവീസസിന് അവിടെ തന്നെ ഒരു 20,000 ഡ്യൂ ആയിരിക്കുന്നു. ആ ഡ്യൂ ആയ എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിൽ കിട്ടി. അങ്ങനെ കിട്ടിയ ഒരു എമൗണ്ടിനെ ഹി ലേറ്റർ ഓൺ റെമിറ്റഡ് ടു ഇന്ത്യ. ഓക്കെ, അക്രൂ ഓർ അറൈസ് പോലും എവിടെ ചെയ്തിട്ടില്ല? ഇന്ത്യയിൽ ചെയ്തിട്ടില്ല. കാരണം സർവീസസ് റെൻഡർ ചെയ്തത് ഇന്ത്യയുടെ ഔട്ട്സൈഡ് ഇന്ത്യയാണ്, റിസീവ് ചെയ്തത് ഔട്ട്സൈഡ് ഇന്ത്യയാണ്. ആകെ അയാൾ ചെയ്ത ഒരേ ഒരു കാര്യം ഇന്ത്യ ആയിട്ട് റിലേറ്റ് ചെയ്ത് വന്നത് ആ കിട്ടിയ ഇൻകത്തിനെ ഇന്ത്യയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അല്ലെങ്കിൽ റെമിറ്റ് ചെയ്ത്. ഇൻ സച്ച് എ സിറ്റുവേഷൻ income was accrued or accrued and was received outside India. ഇന്ത്യയുടെ പുറത്താണ്. Hence it is not taxable. Taxability ഇല്ല. Next situation, next sub question. Remuneration of rupees 20,000 due to him from an Indian company. Situation changes. Indian company il ninnum carrying on business in Singapore. സിംഗപ്പൂരിൽ ബിസിനസ് നടത്തുന്നതിന് ഇന്ത്യൻ കമ്പനിയിൽ നിന്നും he is receiving a remuneration. അങ്ങനെ കിട്ടിയ remuneration he had deposited in his bank in India. ആദ്യമായി ഇന്ത്യയിലാണ് റിസീവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇന്ത്യൻ കമ്പനി എവിടെ തന്നെയാണ് റിസീവ് മീൻസ് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്? ഇന്ത്യൻ കമ്പനി ഇന്ത്യയിൽ തന്നെ ആ
സർവീസസിനുള്ള അയാള് റെൻഡർ ചെയ്ത സർവീസസിനുള്ള റെമ്യൂണറേഷൻ ഇന്ത്യയിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് ടൈം റെസിപ്റ്റ് ഇസ് ഹാപ്പൻഡ് ഇൻ ഇന്ത്യ. അപ്പോ ഇത് എന്താ ചെയ്തതായിട്ട് അല്ലെങ്കിൽ എങ്ങനെ എടുക്കും? ആസ് ദിസ് റെമ്യൂണറേഷൻ വാസ് ഫേസ്റ്റ്ലി റിസീവ്ഡ് ഇൻ ഇന്ത്യ, നമ്മൾ ഒരു ഇൻകം ഇന്ത്യയിൽ റിസീവ് ചെയ്താൽ എന്താ സിറ്റുവേഷൻ? ഓർഡിനറിലി റെസിഡന്റ് ആയാലും നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആയാലും നോൺ റെസിഡന്റ് ആയാലും ഇന്ത്യയിൽ റിസീവ് ചെയ്യുന്ന ഇൻകത്തിന് എന്ത് വരും? ടാക്സിബിലിറ്റി വരും. അവർ ഫസ്റ്റ് സിറ്റുവേഷൻ. ഓക്കെ, ഫസ്റ്റ് സിറ്റുവേഷൻ എന്തായിരുന്നു? ഇൻകം ഇസ് റിസീവ്ഡ് ഇൻ ഇന്ത്യ. അതിന്റെ റൈറ്റ് അല്ലെങ്കിൽ അത് അക്രൂ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എറൈസ് ചെയ്തിരിക്കുന്ന ഇന്ത്യയിൽ നിന്നാണോ അല്ലെങ്കിൽ ഇന്ത്യയിലെ പുറത്തുള്ള ഒരു കമ്പനിയിൽ നിന്നാണോ എന്നുള്ളത് ഇറ്റ് ഡസൻ മാറ്റർ. 3 സിറ്റുവേഷനിലും അതിന് ടാക്സബിലിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോ ഇത് ഒരു കോണ്ടെക്സ്റ്റ് മാത്രം ഉള്ളത് കൊണ്ട് ദേ ഹാവ് റിട്ടൺ ഇറ്റ് ആസ് ആൻ എക്സ്പ്ലനേഷൻ ആയിട്ട് അതിന് ആൻസർ ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലെ 3 കേസുകൾ. പിന്നെ കഴിഞ്ഞ ക്വസ്റ്റ്യനകത്തുള്ളൊരു ഡിഫറൻസ്, they have asked you to compute the gross total income. അപ്പോൾ നമ്മൾ സം അപ്പ് ചെയ്ത് ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കും. But here the situation is not like that. If there is any doubt, you can ask me. If the question is clear, you can also put the same in the chat box. Okay. Moving to the next question. And this will be the last question for this session's discussion. കൂടുതൽ ഒരു 3 ക്വസ്റ്റ്യനും കൂടി I will share, 3 or 4 questions I will share it through LMS. നിങ്ങൾക്ക് ഡിസ്കഷൻ ഫോറത്തിനകത്ത് ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം. യു ക്യാൻ ഫർദർ ആൻസർ ഇറ്റ്. പിന്നെ എന്താണ് നിങ്ങൾക്ക് എഴുതിയിട്ട് ആൻസേഴ്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം, ഇമേജ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ളൊരു ഫെസിലിറ്റി ഞാൻ ഇട്ടേക്കാം. So the next question is, following are the particulars of the income of Sri Naresh Sharma for the previous year 2020-21. Profit from business in England received in India. Received in India എന്ന് കണ്ടു. ഓക്കെ, അത് ഇംഗ്ലണ്ടിൽ നിന്നാണോ ഇന്ത്യയിൽ നിന്നാണോ? ഇഫ് ദ ഇൻകം ഇസ് ഓർ ഇഫ് ദാറ്റ് പ്രോഫിറ്റ് ഇസ് റിസീവ്ഡ് ഇൻ ഇന്ത്യ, എല്ലാ കേസിലും ടാക്സബിൾ ആണ്. ആദ്യത്തെ സിറ്റുവേഷൻ, അതായത് ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ, വെദർ അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ, ഇന്ത്യയുടെ പുറത്തു നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നോ ആണ് നമുക്ക് ആ റൈറ്റ് അല്ലെങ്കിൽ അക്രൂ ചെയ്തിരിക്കുന്നെങ്കിൽ പോലും എല്ലാ കോണ്ടെക്സ്റ്റിലും ഇറ്റ് ബിക്കംസ് ടാക്സബിൾ. Okay. Then income from house property in Pakistan received in India. അതും റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണ്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കോൺസെപ്റ്റ്. ഹൗസ് പ്രോപ്പർട്ടി പാകിസ്ഥാനിലാണ്, പക്ഷെ ഇഫ് ഇറ്റ് ഇസ് റിസീവ്ഡ് ഇൻ ഇന്ത്യ ഇറ്റ് വിൽ ബി ടാക്സബിൾ ഇൻ all the 3 situations. അതേ ഫസ്റ്റ് കേസ്. Third one, income from house property in
ബംഗ്ലാദേശ് ഡെപ്പോസിറ്റഡ് ഇൻ എ ബാങ്ക് ദർ. ഇപ്പൊ ബംഗ്ലാദേശിൽ കിട്ടിയ ഇൻകം ബംഗ്ലാദേശിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്തു. ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏത് സിറ്റുവേഷൻ ആയാലും ഫണ്ട് അൺടാക്സ്ഡ് ആയിട്ട് പോയ അല്ലെങ്കിൽ ലേറ്റർ ഓൺ റെമിറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ആർക്ക് ടാക്സബിൾ അല്ലാത്തത്? ഓർഡിനറി റെസിഡന്റിന് ടാക്സബിൾ അല്ലാത്തത്. ഈ ഒരു സിറ്റുവേഷൻ മാത്രം. ബാക്കി ഏത് സാഹചര്യത്തിലും ആർക്ക് ടാക്സബിലിറ്റി ഉണ്ടായിരിക്കും? ഫോർ എ ഓർഡിനറി റെസിഡന്റ്. That is, income accrue and accrue or arise അല്ലെങ്കിൽ received outside from any other source. അത് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നായിക്കോട്ടെ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഹൗസ് പ്രോപ്പർട്ടി ആയിരുന്നു, അല്ല എങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, ഏത് സോഴ്സിൽ നിന്നാണെങ്കിലും ആർക്ക് ടാക്സബിലിറ്റി വന്നിരിക്കും? ഓർഡിനറി റെസിഡന്റിന് ടാക്സ് ഉണ്ടായിരിക്കും. അപ്പൊ അതേ കാര്യം തന്നെ ഇവിടെയും ആപ്ലിക്കബിൾ ആവും. Fourth situation or the fourth sub-question. Profit from business in Indonesia deposited in a bank there. ഇന്തോനേഷ്യയിലുള്ള ഇന്തോനേഷ്യയിൽ ഡെപ്പോസിറ്റ് ചെയ്തു ഒരു ബാങ്കിൽ. But the business is controlled from India. When a business or a profession has been controlled from India, ആർക്കൊക്കെ ടാക്സബിലിറ്റി ഉണ്ടായിരിക്കും? നമ്മൾ അപ്പോഴേ കണ്ട പോലെ ഓർഡിനറി റെസിഡന്റും നോട്ട് ഓർഡിനറി റെസിഡന്റിനും ടാക്സബിലിറ്റി ഉണ്ടായിരിക്കും. The situation, ഇപ്പൊ നമ്മൾ കണ്ട സിറ്റുവേഷൻ is similar to the fifth context. Okay, it is clear. Moving to the next situation. Income accrued in Bhopal. Bhopal is a place in India. ഇന്ത്യയിൽ അക്രൂ ആയി. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ റിസീവ് ചെയ്താലും ഡീംഡ് ടു ബി റിസീവ്ഡ് ആണെങ്കിലും അക്രൂ ഓർ അറൈസ് ആണെങ്കിലും ഡീംഡ് ടു അക്രൂ അറൈസ് ആണെങ്കിലും ആദ്യത്തെ 4 സിറ്റുവേഷനിലും എല്ലാവർക്കും ടാക്സബിലിറ്റി ഉണ്ട്. അതേ സെയിം കേസാണ് ഇവിടെ ആപ്ലിക്കബിൾ ആവുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഇൻകം ഇസ് അക്രൂഡ് ഇൻ ഇന്ത്യ. അതെ, ഇന്ത്യയുടെ പുറത്ത് റിസീവ് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളതൊന്നും നമ്മുടെ മാറ്റർ ഓഫ് സബ്ജക്റ്റ് അല്ല. സോ ഇറ്റ് ഈസ് പ്യുവർലി ദ കേസ് ഓഫ് ടാക്സബിലിറ്റി ഇൻ ഓൾ സിറ്റുവേഷൻ. നമ്മുടെ ടേബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ third situation, income accruing or arising in India, whether received in India or outside India. 3 സിറ്റുവേഷനിലും ടാക്സബിലിറ്റി ഉണ്ട്. Then profit from business in India. Profit from business in India അത്രേ പറയുന്നുള്ളൂ. അപ്പൊ അക്രൂഡ് ആണ്. ഓക്കെ, റൈറ്റ് ഉണ്ട് നമുക്ക്. റിസീവ് ചെയ്തില്ല എന്നുള്ളത് നമ്മുടെ ഇഷ്യൂ അല്ല. ഇറ്റ് ഇസ് ബീൻ അക്രൂ. അപ്പോൾ ആ സിറ്റുവേഷനിൽ ഇറ്റ് ഇസ് ടാക്സബിൾ ഇൻ ഓൾ ദ 3 സിറ്റുവേഷൻസ്. All the 3 situations. Then last one, നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടതാണ്, പാസ്റ്റ് അൺടാക്സ്ഡ് ഫോറിൻ ഇൻകം ബ്രോട്ട് ടു ഇന്ത്യ. ഒരിക്കലും എന്താവില്ല, ഒരു സിറ്റുവേഷനിൽ ഒരു റെസിഡൻഷ്യൽ സ്റ്റാറ്റസിലോ, അത് വെദർ ഇറ്റ് ഇസ് ഓർഡിനറി റെസിഡന്റ്, നോട്ട് ഓർഡിനറി റെസിഡന്റ് ഓർ നോൺ റെസിഡന്റ്, ഇറ്റ് ഡസൻറ്റ് മാറ്റർ, അത് ടാക്സബിളേ അല്ല. So this is the way in which we will compute the gross total income. If you have any doubts with regard to the 3 questions which we have discussed, you can ask me.
it is clear also, you can put it in the chat box. In the subsequent questions, 11th question I discuss it. So I will be sharing the 12, 13, 14. 3 question ഞാൻ ഷെയർ ചെയ്യാം. Can work out the same. അപ്പോൾ അടുത്ത ദിവസം can cross check the answers. എങ്ങനെയാണ് അത് whether it is becoming taxable, ഏതൊക്കെ സിറ്റുവേഷൻസിൽ ടാക്സബിൾ ആവുന്നുണ്ട്. Important change happens in the assessment year. ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുന്നേ ആയതുകൊണ്ട് പറയാണ്, with effect to this assessment year, very very important. പ്രത്യേകിച്ച് നിങ്ങൾ ഡിഗ്രി ലെവലിൽ പഠിച്ചിട്ട് വന്നിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു ചേഞ്ച് ഞാൻ എടുത്ത് പറയുന്നത്. ദി അസസ്മെന്റ് ഇയർ, ഫ്രം ദി അസസ്മെന്റ് ഇയർ 2021-22, dividend received from a domestic company is taxable. So, the dividend received from a domestic company is taxable in the hands of recipient. അപ്പോൾ ഇനി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ആ 3 ക്വസ്റ്റ്യൻസിനകത്ത് there will be a question on item of dividend. അത് റെസീവ്ഡ് ഇൻ ഇന്ത്യ ആണെങ്കിൽ നമ്മളിപ്പോൾ ഇതുവരെ കണ്ട സാധാരണ ഒരു ഇൻകം റിസീവ് ചെയ്താൽ നമ്മൾ 3 കേസിലും ടാക്സബിലിറ്റി കൊണ്ടുവരും. അതേ ടാക്സബിലിറ്റി ഇവിടെ ഉണ്ട്. അപ്പോൾ പണ്ട് എന്തുകൊണ്ടാണ് ഇതിന് എക്സംഷൻ കൊടുത്തുകൊണ്ടിരുന്നത്? ബിക്കോസ് ഇൻ ഏർലിയർ പീരീഡ്സ് ആ ഒരു ഇൻകത്തിന് ആര് ടാക്സ് കൊടുക്കുമായിരുന്നു? CDT, കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എന്ന് പറയും. കമ്പനീസ് പേ ചെയ്യുമായിരുന്നു. ബട്ട് നൗ ഇറ്റ് ഈസ് ഇൻ ദി ഹെഡ്സ് ഓഫ് or in the hands of recipients. Okay, so in the LMS, സ്റ്റെപ്പ് ജോയിൻ ചെയ്തതുകൊണ്ട് ഇന്റർനാഷണൽ ചേഞ്ച് ചെയ്തിട്ട് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ മോർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിങ്ങനെ പോർട്ടലിലാണ് നമ്മൾ ആ ഡിസ്കഷൻ ഇട്ടത്. അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് കറക്റ്റ് ചെയ്യാനുണ്ട്. ഐ വിൽ ഡു ഇറ്റ് ഹിയർ ഇൻ ദി ഇൻസിഡൻസ് ഓഫ് ടാക്സ്. ഈ ഹെഡിലായിരിക്കും ഇനി ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇൻസിഡൻസ് ഓഫ് ടാക്സായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പുതിയ ക്വസ്റ്റ്യൻസും ഇന്നത്തെ മെറ്റീരിയലും എല്ലാം ഐ വിൽ അപ്ഡേറ്റ് ഓവർ ഹിയർ.